ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഓവനൊന്നും ഇല്ലാതെ വെറും നമ്മുടെ ഗ്യാസ് അടുപ്പിന്മേൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ ഒരു വലിയ ബൗൾ എടുക്കണം. ഇതിലേക്ക് 4 മുട്ട, 1 ടീസ്പൂണോളം വാനില എസൻസ് ഇവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, 2ഓ 3ഓ തവണയായിട്ട് ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്താല് 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. ഇതിന്റെ മഞ്ഞ കളറൊക്കെ മാറി ഇതുപോലെ വെള്ള കളറിലായിട്ട് വരും. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അതുവരേക്കും നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ല് നമ്മുടെ കേക്കിന് ഫീൽ ചെയ്യും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടെ ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചിട്ട് താഴെയുള്ള ബാറ്ററിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബീറ്റർ ഉപയോഗിക്കരുത്, അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇതെല്ലാം നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന് റെഡിയാക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിയിലും സൈഡിലും ഒക്കെ നല്ല പോലെ ഒന്ന് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ അകത്തേക്ക് കേക്ക് ടിന്നിന്റെ അതേ ഷേപ്പിൽ മുറിച്ചെടുത്ത ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനും വേണ്ടിയിട്ട് വെക്കണേണ്. ഇങ്ങനെ ഇത് വെക്കാതെയും നമുക്ക് കേക്ക് നല്ല പോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ബട്ടർ പേപ്പർ ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബട്ടർ പേപ്പറിന്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ കേക്ക് ടിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോ ഇതുപോലെ ഒരു പാനിന്റെ അകത്താണ് കേക്ക് ബേക്ക് ചെയ്യണത്. ഇതിന്റെ അകത്തൊരു വയർ റാക്കും ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ സെയിം ബാറ്റർ ഓവനിലോ ഒക്കെ ബേക്ക് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഈ പാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് കൈയൊന്നും പൊള്ളിക്കാണ്ട് നമ്മുടെ കേക്ക് ടിന്ന് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ബേക്ക് ചെയ്യുക. അത്രയും സമയം തന്നെ ഇതിന്റെ മൂടി തുറന്നു നോക്കരുത്. ഇടയ്ക്കൊന്ന് വെച്ച് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വരില്ല, കുഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കണ്ടോ നല്ല പോലെ പൊങ്ങി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂട് പോവാനായിട്ട് ഈ പാനിന്റെ അകത്തുനിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂട് പോയതിനു ശേഷം മാത്രം കേക്ക് ടിന്നിന്റെ അകത്തുനിന്ന് കേക്ക് എടുത്തു മാറ്റിയാൽ മതി ട്ടോ. കേക്കിനെ ടിന്നിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റണം. ഇതുപോലെ ആദ്യം ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡ് ഒന്ന് പതുക്കെ വിടിയിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് കേക്ക് പെട്ടെന്ന് തന്നെ ടിന്നിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാനായിട്ട് പറ്റും. ഞാനിപ്പോ ഇതിന്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബട്ടർ പേപ്പർ ഒന്ന് കളയാണ്. അങ്ങനെ ഇപ്പോ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഈ ചാനലിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.